യുവജനങ്ങളുടെ സർഗാത്മകമായ കഴിവുകൾ പരിപോഷിപ്പിക്കാനും തൊഴിൽപരമായ ലക്ഷ്യങ്ങളിലേക്ക് അവരെ നയിക്കാനുമായി സെന്റ് തോമസ് ആശ്രമം സൊസൈറ്റിയും എസ് കോളേജ് എക്സ്റ്റൻഷൻ കമ്മിറ്റിയും സംയുക്തമായി ആവിഷ്കരിച്ച യുവ യൂത്ത് ആപ്ലിഫ്റ്റ്മെന്റ് ആൻഡ് വിഷൻ ആനിമേഷൻ പദ്ധതിക്ക് തുടക്കമായി 2026 ഫെബ്രുവരി 4-ന് എസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുത്തു. സെന്റ് തോമസ് ആശ്രമം സൊസൈറ്റി പ്രസിഡന്റ് ഫാദർ ജോൺ കൊച്ചുപുരയ്ക്കൽ CST പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. ആധുനിക കാലഘട്ടത്തിൽ യുവാക്കൾ നേരിടുന്ന വെല്ലുവിളികളെ അതിജീവിക്കാനും സമൂഹത്തിന് മുതൽക്കൂട്ടാകുന്ന രീതിയിൽ അവരുടെ വ്യക്തിത്വം വളർത്തിയെടുക്കാനും ഇത്തരം കൂട്ടായ പ്രവർത്തനങ്ങൾ അനിവാര്യമാണെന്ന് അദ്ദേഹം തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. എസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റീന സെബാസ്റ്റ്യൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസത്തോളം സാമൂഹിക പ്രതിബദ്ധതയുള്ള പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികൾ പങ്കാളികളാകേണ്ടതിന്റെ പ്രാധാന്യം അവർ ചൂണ്ടിക്കാട്ടി. മെഗാ PSC രജിസ്ട്രേഷൻ യുവ പദ്ധതിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കുമായി സംഘടിപ്പിച്ച മെഗാ PSC രജിസ്ട്രേഷൻ പരിപാടി ഏറെ ശ്രദ്ധേയമായി. സർക്കാർ ജോലി സ്വപ്നം കാണുന്ന യുവാക്കൾക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനൊപ്പം PSC പ്രൊഫൈൽ രജിസ്ട്രേഷനും ഇതിന്റെ ഭാഗമായി വിജയകരമായി പൂർത്തിയാക്കി. ചിത്രരചന ശില്പശാല വിദ്യാർത്ഥികളുടെ സർഗാത്മകത ഉണർത്തുന്നതിനായി സംഘടിപ്പിച്ച ചിത്രരചന ശില്പശാലയ്ക്ക് പ്രശസ്ത പരിശീലകൻ ഫാദർ ജോയൽ പനച്ചിപ്പുറം CST നേതൃത്വം നൽകി. വരയുടെ ലോകത്തെ പുതിയ സങ്കേതങ്ങളെ വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തിയ അദ്ദേഹം കല എങ്ങനെ വ്യക്തിത്വ വികാസത്തിന് സഹായിക്കുന്നു എന്നതിനെക്കുറിച്ചും ക്ലാസ് നയിച്ചു. ചടങ്ങിൽ എസ് കോളേജ് എക്സ്റ്റൻഷൻ കമ്മിറ്റി കോർഡിനേറ്റർ സുനിത സ്വാഗത പ്രസംഗം നടത്തി. IQAC കോർഡിനേറ്റർ ഡോക്ടർ സജീഷ് TJ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ശാലിനി PSC രജിസ്ട്രേഷൻ നേതൃത്വം നൽകി. ഉദ്ഘാടന ചടങ്ങിനോട് അനുബന്ധിച്ച് ഇവയുടെ ലോഗോ പ്രകാശനവും സെന്റ് തോമസ് ആശ്രമ സൊസൈറ്റിയും എസ് കോളേജ് ശ്രീകണ്ഠപുരം തമ്മിലുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ധാരണാപത്രം ഒപ്പുവെക്കുകയും ചെയ്തു. പരിപാടിയുടെ യുവ കോർഡിനേറ്റർ ഫാദർ ജോഫിൻ കരുവമ്മാക്കൽ CST ചടങ്ങിനെ നന്ദി രേഖപ്പെടുത്തി. കോളേജ് അധ്യാപകരും വിദ്യാർത്ഥികളും സെന്റ് തോമസ് ആശ്രമ സൊസൈറ്റി ഭാരവാഹികളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ തൊഴിൽ പരിശീലനങ്ങളും വ്യക്തിത്വ വികാസ പരിപാടികളും യുവ പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു.